ഇതെന്തോ ഭയങ്കരമായ സംഭവമാണ്, ഇതിൽ നമുക്കൊന്നും പറ്റുന്ന പരിപാടിയല്ല എന്നോർത്ത് മാറുന്ന പല വീട്ടമ്മമാരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഇത് പഠിക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നൊരു കോൺസെപ്റ്റ് ആണ് ആദ്യം പഠിക്കേണ്ടത്. ഇങ്ങനത്തെ ഒരുപാട് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് വിജയിപ്പിക്കാനും ഉള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫൈനാൻഷ്യൽ ലിറ്ററസി പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ട് എന്താ, അത് പറഞ്ഞു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ലീഗലാണോ, അത് പഠിപ്പിച്ചു കൊടുക്കാൻ ജീവൻ എന്താ ഒരു ഇതുള്ളത്? ഞാൻ നിങ്ങളോട് എപ്പോഴും ഞാൻ സംസാരിക്കുന്ന കാര്യമാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്. ഈ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൈസ ഉണ്ടാക്കുക, ഏതെങ്കിലും ഒരു ബിസിനസ് നടത്തുക അല്ലെങ്കിൽ നല്ലൊരു ജോലി ചെയ്യുക, പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ. നമ്മൾ ഉണ്ടാക്കുന്ന പൈസ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുക, കൃത്യമായി സേവ് ചെയ്യുക, അത് എവിടെയൊക്കെ സേവ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള കാര്യം കൂടിയാണ്. എൻ്റെ ഒരു 28 വയസ്സ് വരെയൊക്കെ എനിക്ക് നമ്മൾ സേവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവിലുള്ളത് വളരെ പരിമിതമായ കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് പോസ്റ്റ് ഓഫീസിൽ ഒരു RD തുടങ്ങുക, അതല്ലെങ്കിൽ KSFയിൽ ഒരു ചിട്ടി തുടങ്ങുക, അതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ, നമ്മുടെ ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ കുറച്ച് പൈസ നിക്ഷേപിക്കുക, ഇതൊക്കെ മാത്രമായിരുന്നു എൻ്റെ അറിവിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞിരുന്നത്. പലരും പല കാലത്തും നമ്മൾ ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, SIP ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരോടും സംസാരിക്കുന്നുണ്ട്, ഇന്റർവ്യൂസ് എടുക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഇസ് നോട്ട് എ നെസസിറ്റി, ബട്ട് ഹയർ ഇൻകം ഇസ് ഓൾവേസ് ഗുഡ്. അപ്പോൾ ഇൻകം കൂടുതൽ നല്ലതാണ്. അപ്പോൾ അത് സൈഡ് ജോബിലൂടെ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ഒരു ശമ്പളത്തിന് ഈക്വലന്റ് ആയിട്ടുള്ള പൈസ കയ്യിൽ ഇത്രയുള്ള റൂള്, നിങ്ങൾക്ക് എത്രയാണോ ശമ്പളം കിട്ടുന്നത് 10% നിങ്ങൾ SIP ചെയ്യുക. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ETF ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, വെർച്വൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്. തീർച്ചയായിട്ടും ഗോൾഡ് എന്ന് പറയുന്നത് എവർഗ്രീൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരിക്കലും താഴോട്ട് പോകില്ല. ഇതൊക്കെ ഞാൻ പാരലലി ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇതെങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൂടെ പോകുന്നത് ഇതൊക്കെ ഒരുപാട് പൈസയുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളെപ്പോലെ ഷെയർ മാർക്കറ്റൊന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളെപ്പോലുള്ളവർക്ക് പറ്റുന്ന കാര്യമല്ല. അത് മാത്രമല്ല, നമ്മൾ ഈ ഷെയർ മാർക്കറ്റിൻ്റെയൊക്കെ പരസ്യം കാണുമ്പോൾ ഇതെല്ലാം സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയ്യോ, ഇതിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പൈസ പോകുന്ന പരിപാടികളാണ്. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളായിരുന്നു കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിനുശേഷം ഇങ്ങനെ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി, ഏതൊരു ബിസിനസ് ആണെങ്കിലും അതിനൊരു ലാഭം ഉണ്ടാകുന്നൊരു ഫേസ് ഉണ്ടാകും. ആ ഫേസിൽ എത്തിയപ്പോൾ ആ പൈസ എങ്ങനെയൊക്കെ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് പഠിക്കേണ്ട ഒരു അനിവാര്യത എനിക്കുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്താണെന്നുള്ളത് ബേസിക്കലി പഠിച്ചത്. ഫൈനാൻഷ്യൽ ലിറ്ററസിയിൽ ഏറ്റവും ബേസിക് ആയിട്ട് പറയുന്ന കാര്യമാണ് SIP. ഒരു 3-4 വർഷമായിട്ട് ഇതെല്ലാം സംസാരിക്കുന്നതുകൊണ്ടും കേൾക്കുന്നതുകൊണ്ടും ഒക്കെ ആയിരിക്കും ഞാൻ വിചാരിച്ചു ഇതൊക്കെ എല്ലാവർക്കും തന്നെ അറിയാം, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് ഞാൻ ചിന്തിച്ച് എൻ്റെ തന്നെ വളരെ ക്ലോസ് ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങളൊക്കെ SIPയിലൊക്കെ ഇട്ട് തുടങ്ങിയോ, അല്ലെങ്കിൽ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതിൽ ഒരു 90% ആളുകൾക്കും ഇതിനെക്കുറിച്ചൊന്നും ധാരണയില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്, ഇതിലേക്കൊന്നും ഇറങ്ങണ്ട എന്നുള്ളതാണ്. പക്ഷെ ഇത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് വളരെ കൃത്യമായി ചെയ്യാൻ പറ്റുന്ന, കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല റിട്ടേൺസ് നൽകുന്ന ഒരു രീതിയാണ്, തീർച്ചയായും നമ്മൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിലിരിക്കുന്ന നമ്മുടെ വീട്ടമ്മമാർ, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ആർക്കും ഈ മേഖലയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് സ്കൂളിലൊന്നും ഫൈനാൻഷ്യൽ ലിറ്ററസിയെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മളെല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്, നമ്മൾ സയൻസ് പഠിക്കുന്നുണ്ട്, ഫിസിക്സ് പഠിക്കുന്നുണ്ട്, സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്നുണ്ട്, ഇതെല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷേ ഫൈനാൻഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്ന കാര്യം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വളരെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ലളിതമായിട്ട് ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉപകാരപ്രദമാകുമല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഹെൽപ്പ് തന്നത്, അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്, ജീവനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഇത് ഒരുപാട് പേര് നമ്മളെ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഉണ്ടാകും, നമ്മൾ യൂട്യൂബിലൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള പല മുഖങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇവരൊക്കെ പറയുമ്പോൾ ഒരു അഡ്വാൻസ് ലെവലിൽ പറയുന്നുണ്ട്. പല വാക്കുകളും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഞാൻ പല വീഡിയോസും കാണുമ്പോൾ ഇവർ പറയുന്ന പല വാക്കുകൾ പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക? ഇക്വിറ്റിയോ, അതെന്ത് സാധനമോ? ഇങ്ങനെയുള്ള ചിന്തയാണ് മനസ്സിലൂടെ പോകുന്നത്. അപ്പം വളരെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന, വളരെ സാധാരണക്കാരുടെ ഭാഷയിൽ നിങ്ങളുടെ കയ്യിൽ 100 രൂപയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ പോലും അത് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് തോന്നി. കാരണം നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ്, എല്ലാവരും അത് ഡിസേർവ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനായിട്ട് ഒരാളുണ്ടെങ്കിൽ നല്ലതായിരിക്കുമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയുടെ പുറത്താണ് ഞാൻ ജീവനോട് ചോദിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ജീവന് പറ്റുമോ? അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും ചെയ്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജീവനെ കൂടെ വീഡിയോയിലേക്ക് വിളിക്കാം. ജീവ, ആക്ച്വലി നമ്മളൊരു ഫൈനാൻഷ്യൽ ലിറ്ററസി പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ട് എന്താ, അത് പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ലീഗലാണോ? അത് പഠിപ്പിച്ചു കൊടുക്കാൻ ജീവൻ എന്താ ഒരു ഇതുള്ളത് എന്നുള്ളൊരു സംശയം വരില്ലേ? അതിനെന്താ മറുപടി? ഇതെന്താന്ന് വെച്ചാൽ ഈ ഫിനാൻസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ലൈഫ് സ്കില്ലാണ്. നമ്മൾ സ്വിമ്മിങ് പഠിക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു സ്കില്ലാണ്. അത് പലപ്പോഴും പലവരുടെ ജേർണിയിൽ അവർ അത് എൻകൗണ്ടർ ചെയ്യുന്ന ഒരു കാര്യമാണ്. എൻ്റെ കേസിലും തുടക്കത്തിൽ തന്നെ ബിസിനസ്സുകൾ തുടങ്ങുകയും അതൊരു സ്റ്റേജിൽ ലാഭങ്ങൾ വരികയും വരുമ്പോഴത്തേക്കും അതിൽ നിന്നുള്ള ലാഭങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഞാൻ പഠിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കരിയർ ഇവോൾവ് ചെയ്തപ്പോൾ അത് ഫിനാൻസായിട്ട് ബന്ധപ്പെട്ടാണ് അത് ഇവോൾവ് ആയി വന്നത്. ക്രെഡ് പോലത്തെ ഫേമസ് ആയിട്ടുള്ള ഫിൻടെക് സ്റ്റാർട്ടപ്പിൽ നീണ്ടകാലം ലീഡർഷിപ്പ് റോളിൽ വർക്ക് ചെയ്യാൻ സാധിക്കുകയും ഇങ്ങനത്തെ ഒരുപാട് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് വിജയിപ്പിക്കാനും ഉള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കുറച്ച് എക്സ്പീരിയൻസസ് ആണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണിന് വഴികാട്ടിയായി വന്നത്. പക്ഷെ ഇങ്ങനെ പറയുമ്പോഴേ കേൾക്കുന്ന ചിലർക്ക് സംശയം ഉണ്ടാവും, അതായത് ഇതൊക്കെ ബിസിനസ്സുകാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ സാധാരണക്കാർ ഒരു മന്ത്ലി സാലറി കിട്ടിക്കഴിഞ്ഞാൽ 1-ാം തീയതി തൊട്ട് 31-ാം തീയതി വരെ എത്തിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ വലിയ പൈസയൊക്കെ വരുമ്പോൾ ആലോചിക്കാൻ പറ്റുന്ന കാര്യമാണിത്. അല്ല നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഈ 10,000 കൊണ്ടോ 20,000 കൊണ്ടോ ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല എന്ന് ചിന്തിക്കും. അത് ശരിയാണോ? തീർച്ചയായും തെറ്റായ ഒരു മനോഭാവമാണ്. അതായത് ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലത്തെ കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ. അത് ഇൻവെസ്റ്റ്മെൻറ്റിലെ ഒരു ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ തുകകളാണ് ഇവൻച്വലി വലിയ വലിയ തുകകളായി മാറുന്നത്. അപ്പോൾ ഈ പറയുന്ന 10,000 രൂപ പോലും വളരെ സിഗ്നിഫിക്കൻ്റായി മാറുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ അത് ആദ്യം മുതലേ എങ്ങനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പഠിക്കുന്നവർക്ക് അത് പിന്നീടൊരു കാലത്ത് ഉപയോഗപ്രദമായി മാറും. ഇപ്പം ഞാനൊരു കാര്യം, ഇപ്പം ഞാൻ എല്ലാ മാസം മാറ്റി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് വെറും 500 രൂപയാണ്. എനിക്ക് അതിനപ്പുറത്തേക്കുള്ള ഒരു സാഹചര്യം ഇല്ല. ഈ 500 രൂപ വെച്ച് തൊട്ടേ എനിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നൊരു കോൺസെപ്റ്റ് ആണ് ആദ്യം പഠിക്കേണ്ടത്. അതായത് മാസം ഒരു 500 രൂപ മാറ്റി വെക്കാൻ ഒരു 12 മാസം സാധിക്കുന്നതിന് വലിയൊരു കാര്യമാണ് അല്ലേ? നമ്മളിപ്പോൾ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന പോലെയാണ്. മെമ്പർഷിപ്പ് എടുക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒരു 3 മാസം ഒരുമിച്ച് പോകാൻ പറ്റുമോ എന്ന് പറയുന്ന പോലെ 500 രൂപ മാറ്റി വെക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് പലവരെ സംബന്ധിച്ചോളം. അതുപോലെ തന്നെ മറ്റൊരു സംശയം വരുന്നത്, ഇപ്പോൾ ഞാനൊരു വീട്ടമ്മയാണ്. എനിക്ക് വീട്ടിലിരുന്ന് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം, വീട്ടിലെ എല്ലാ പണിയും കഴിഞ്ഞ് കുട്ടികളെ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് ഇത് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെന്തോ ഭയങ്കരമായ സംഭവമാണ്, ഇതിൽ നമുക്കൊന്നും പറ്റുന്ന പരിപാടിയല്ല എന്നോർത്ത് മാറുന്ന പല വീട്ടമ്മമാരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഇത് പഠിക്കാൻ പറ്റുമോ? ഫിനാൻസിൻ്റെ ബേസിക് പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങൾ വളരെ സിമ്പിളാണ്. കാരണം ഒരുപാട് ഈ ക്രെഡ് ഉൾപ്പെടെ ഞാൻ വർക്ക് ചെയ്ത ക്രെഡും അതുപോലത്തെ ഒരുപാട് സ്റ്റാർട്ടപ്സ് ഈ പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്യണമെന്നതും അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് ഈ ഫിനാൻസായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള പാഠങ്ങൾ ശരിയായാലേ നമ്മൾ ആപ്ലിക്കേഷനിൽ വരുമ്പോൾ അത് കറക്റ്റായി വരും, അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഭയങ്കര ബുദ്ധിയുള്ളവർക്ക് മാത്രം പറ്റുന്ന ഒരു ഏരിയയാണോ? തീർച്ചയായും അല്ല. ഇതിപ്പോൾ എല്ലാവർക്കും വേണ്ട ഒരു സ്കില്ലാണ്. അതാ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫിനാൻസ് ഇസ് എ ലൈഫ് സ്കിൽ. അപ്പോൾ എല്ലാവർക്കും അത് സ്വായത്തമാക്കാൻ പറ്റേണ്ടത് തന്നെയാണ്.
മനസ്സിലായി. അപ്പോൾ ഏതായാലും ഞാൻ പലപ്പോഴും ഈ ജീവൻ്റെ കൂടെയൊക്കെയുള്ള സമ്പർക്കത്തിന് ശേഷമാണെന്ന് തോന്നുന്നു, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പണ്ട് തൊട്ടേ ഇത് ചെയ്തു തുടങ്ങേണ്ട കാര്യമായിരുന്നു. ഒരു ചെറിയ ക്ലാസ് തൊട്ടേ, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന ഇപ്പം നമുക്ക് 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ ഒക്കെ നമുക്ക് പഠിക്കുമ്പോൾ വീട്ടുകാർ പോക്കറ്റ് മണി തരും. ആ പൈസ തന്നെ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്കൊരു വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്കൊക്കെ എത്താൻ പറ്റുമായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട് എന്ന് ഞാൻ തന്നെ ഒരു പാഠമാണ്. കാരണം ഈ 30ാമത്തെ വയസ്സിലാണ് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ വന്നത്. പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല. നമുക്ക് പഠിക്കാൻ, നമ്മൾ ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഏത് കാര്യവും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 15 വയസ്സുകാരനാണെങ്കിലും 40 വയസ്സുകാരിയാണെങ്കിലും തീർച്ചയായിട്ടും ഫൈനാൻഷ്യൽ ലിറ്ററസി നേടുക എന്നുള്ളത് ഒരു നെസസിറ്റിയാണ്. ആ ഒരു വഴിയിലേക്കാണ് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ സഹായിക്കാനായിട്ട് ഒരു ഗൈഡായിട്ടൊരു മെൻറ്ററായിട്ട് തീർച്ചയായിട്ടും ജീവനം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്കിത് എന്താണ് എന്ന് അടിസ്ഥാനപരമായി മനസ്സിലാക്കണമെന്നെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് ഈ ഒരു യാത്രയിൽ പങ്കാളിയാകാം. അപ്പോൾ ഈ ഒരു പുതിയ സംരംഭത്തിന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത് എൻ്റെ മാത്രം പ്രോഫിറ്റ് അല്ലെങ്കിൽ ഞാൻ മാത്രം നന്നാവുക എന്ന ഉദ്ദേശം ചെയ്യുന്ന പരിപാടിയേ അല്ല. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.